ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അമൃതം പൊടി കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ നേന്ത്രപ്പഴവും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത നേന്ത്രപ്പഴം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് അമൃതം പൊടി ചേർക്കാം. അമൃതം പൊടി 1.5 കപ്പാണ് ചേർക്കുന്നത്. അമൃതം പൊടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഏലക്കായ് പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ള് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. 2 കട്ട ശർക്കര ഉരുക്കിയെടുത്തതാണിത്. ഏകദേശം 1 കപ്പോളം ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശർക്കരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കട്ടിയുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടിയതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൗൾ ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.